അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരു തടവുകാരനെ സ്വതന്ത്രനാക്കുന്നത്. ഫകാക്കിൽ അസീർ. അബൂ മൂസ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് തടവുകാരെ സ്വതന്ത്രരാക്കുക, വിശക്കുന്നവന് ആഹാരം കൊടുക്കുക, രോഗികളെ സന്ദർശിക്കുക. അബീ മൂസ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫുഖുൽ ആനയി അൽ ആസിരി വഅത്ഇമുൽ ജാഇഇ വഊദുൽ മരീദ്. അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പുസ്തകം അതായത് ഖുർആൻ, അതിൽ ഉള്ളതല്ലാത്ത എന്തെങ്കിലും വഹ്യ് അല്ലെങ്കിൽ ദൈവിക വെളിപാടുകൾ ഉള്ളതായി നിങ്ങൾക്ക് അറിയാമോ? അതായത് ഖുർആനിന് പുറത്ത് എന്തെങ്കിലും വഹ്യായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ? അലി പറഞ്ഞു, ഇല്ല. ധാന്യമണികൾ രണ്ടായി പിളർത്തി അതിൽ ജീവൻ വെപ്പിക്കുന്നവനാണേ സത്യം, അതായത് ഓരോ ചെടിയും മുളപ്പിക്കുന്നവനാണേ സത്യം, അള്ളാഹുവാണ് സത്യം എന്നാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അറിവ് ഇല്ല. പക്ഷേ ഞങ്ങൾക്ക് കഴിവുണ്ട് ഒരു മനുഷ്യന് അള്ളാഹ് എന്തു കൊടുക്കും എന്ന്. അതുകൊണ്ട് അവന് ഖുർആൻ മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളുടെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നതാകുന്നു. അപ്പം ഞാൻ ചോദിച്ചു, പേപ്പറിൽ എന്താ എഴുതിയിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, അൽ അഖ്ൽ, അതായത് ജീവനാംശം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ കൊന്നു കഴിഞ്ഞിട്ട് അതിന് പകരമായി കൊടുക്കുന്ന പണം, അതിനെയാണ് അഖ്ൽ, ദിയ എന്ന് പറയുന്നത്. പിന്നെ തടവുകാരെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന മോചനദ്രവ്യം. പിന്നെ അവിശ്വാസിയെ കൊന്നു എന്ന കാരണത്താൽ ഒരു മുസ്ലിമിനെ കൊല്ലാൻ വിധി പറയാൻ പാടില്ല. അൻ അബി ജുഹൈഫത റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു ലി അലിയ്യുൻ റളിയല്ലാഹു അൻഹു ഹൽ ഇൻദകും ശൈഉൻ മിനൽ വഹ്യി ഇല്ലാ മാ ഫി കിതാബില്ലാഹ് ഖാല ലാ വല്ലദി ഫലഖൽ ഹബ്ബത വബറഅൻ നസമത മാ അലമഹു ഇല്ലാ ഫഹ്മ യുഅതിഹില്ലാഹു റജുലൻ ഫിൽ ഖുർആനി വമാ ഹാദിഹി സ്വഹീഫത്തി ഖുൽതു വമാ ഫി സ്വഹീഫത്തി ഖാലൽ അഖ്ലു വഫകാക്കുൽ അസീർ വ ഇൻ ലാ യുഖ്തല മുസ്ലിം ബികാഫിർ. ബഹുദൈവാരാധകരുടെ മോചനദ്രവ്യം, അതായത് മുശ്രിക്കുകളുടെ മോചനദ്രവ്യം, അതായത് ബഹുദൈവാരാധകർ, വിഗ്രഹാരാധകർ, തീ ആരാധകർ, ഫിദാഇൽ മുശ്രിക്കീൻ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ചില അൻസാരി ആളുകൾ അനുവാദം ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങളുടെ സഹോദരനായ അബ്ബാസിൻ്റെ പേരിൽ മോചനദ്രവ്യം വാങ്ങാൻ ഞങ്ങളെ അനുവദിക്കൂ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഒരൊറ്റ ദിർഹമും വിട്ടുകളയരുത്. ചെയ്തോ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞു, മുസ്ലിങ്ങൾ തടവുകാരായാൽ മുസ്ലിം ട്രഷറി, അതായത് ഇസ്ലാമിക രാജ്യത്തെ ഖജനാവിൽ നിന്നുള്ള പൈസ കൊടുത്ത് വേണം അവരെ മോചിപ്പിക്കാൻ. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, അൽ അബ്ബാസ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിൽ തടവുകാരനായി പിടിച്ചിരുന്നു. എന്നിട്ട് അയാൾ സ്വന്തം തന്നെ മോചനദ്രവ്യം കൊടുത്ത് ഒഴിവായി പോവുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ സ്വതന്ത്രനാവുകയാണ് ചെയ്തത്. ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അതിന് നഷ്ടപരിഹാരം ചോദിച്ചു. അതായത് അയാൾ അക്രമിയായിരുന്നപ്പോൾ അല്ലെങ്കിൽ അമുസ്ലിം ആയിരുന്നപ്പോൾ തടവിൽ നിന്നും മോചിപ്പിക്കപ്പെടാൻ വേണ്ടി കൊടുക്കേണ്ടി വന്ന പൈസ അത് തിരിച്ചു ചോദിച്ചു. ഹദ്ദസനി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന റിജാലൻ മിനൽ അൻസാരി ഇസ്തഅദനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലു യാ റസൂലല്ലാഹ് ഇദന ഫല നത്രുക് ലിബ്നി ഉഖ്തിനാ അബ്ബാസിൻ ഫിദാഅഹു ഫഖാല ലാ തദഊന മിൻഹ ദിർഹമൻ. മറ്റൊരു വിശദീകരണത്തിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കുറച്ച് സമ്പത്ത് കൊണ്ടുവരപ്പെട്ടു, പൈസയോ നാണയങ്ങളോ എന്തെങ്കിലും. ബഹ്റൈനിൽ നിന്നാണ് അത് വന്നത്. അൽ അബ്ബാസ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, അതിൽ നിന്ന് കുറച്ച് എനിക്ക് തരൂ, കാരണം ഞാൻ എൻ്റെയും അഖീലിൻ്റെയും മോചനദ്രവ്യം കൊടുത്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എടുത്തോളൂ. അദ്ദേഹത്തിൻ്റെ തുണിയിൽ വാരി പൊതിഞ്ഞുകൊണ്ട് പോവുകയായിരുന്നു. പണ്ടത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ ഷോൾഡർ ബാഗും ഒന്നുമില്ലല്ലോ, അപ്പോൾ അത് തുണിയിലേക്ക് വാരിയിട്ട് പൊതിഞ്ഞുകൊണ്ട് പോയി. മേൽമുണ്ടിലായിരിക്കും അല്ലെങ്കിൽ മടിയിലായിരിക്കും, അല്ലാഹു അഅലം. അനസിൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഊതിയ ബിമാലിൻ മിനൽ ബഹ്റൈനി ഫജാഅഹുൽ അബ്ബാസു ഫഖാല യാ റസൂലല്ലാഹ് ഇഅ്തിനി ഫഇന്ന ഫാദൈതു നഫ്സി വഫാദൈതു അഖീല ഫഖാല ഖുദ് ഫഅതാഹു ഫി സൗബിഹി. ജുബൈർ വിശദീകരിക്കുന്നു, ബദർ യുദ്ധത്തിലെ തടവുകാരിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. ഞാൻ കേട്ടു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് അത്തൂർ ഓതുന്നത് മഗ്രിബ് നമസ്കാരത്തിൽ. عن محمد ابن جبير عن نبيه وكان جاء في أسارى بدر قال سمعت النبي صلى الله عليه وسلم يقرأ في المغرب بالطور.
ഇസ്ലാമിക രാജ്യത്തിൻ്റെ അതിർത്തിയിൽ അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഒരു അക്രമകാരി ആയ പട്ടാളക്കാരൻ കടന്നു വരുന്നു, അല്ലെങ്കിൽ ശത്രുവിൻ്റെ പട്ടാളക്കാരൻ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അതിർത്തിയിലേക്ക് കടന്നു വരുന്നു. അയാൾക്ക് പ്രത്യേകിച്ച് സംരക്ഷണമൊന്നും ആരും കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അയാളെ കൊല്ലാൻ അനുവാദമുണ്ടോ? അൽ ഹർബിയി ഇദാ ദഖല ദാറുൽ ഇസ്ലാമി ബിഗൈരി അമാനിൻ. സലമ ബിൻ അൽ അക്വ വിശദീകരിക്കുന്നു, ഒരു അക്രമകാരിയായ ചാരൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നു. അയാൾ ഒരു യാത്രയിൽ ആയിരുന്നു. ആ ചാരൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളോടൊപ്പം ആ ചാരൻ ഇരുന്നു. അവിടെ അവരോട് സംസാരിക്കുകയും ചെയ്തു. പിന്നെ അവിടുന്ന് പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, അവനെ ഓടിച്ചിട്ട് പിടിച്ച് കൊന്നുകളയുക. അപ്പം ഞാൻ അവനെ കൊന്നുകളഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൊല്ലപ്പെട്ട ചാരൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തുകൾ, ഇപ്പോൾ കുന്തം, വാള്, പരിച, പൈസ, അങ്ങനെയുള്ള സ്വർണ്ണ നാണയം എന്തുണ്ടെങ്കിലും അയാളുടെ മുഴുവൻ കൈവശമുണ്ടായിരുന്ന സാധനങ്ങളും എനിക്ക് തന്നു. അതുകൂടാതെ യുദ്ധം മുതലിൽ നിന്നുള്ള ഒരു വീതവും തന്നു. അപ്പോൾ ഇത് ചാരനാന്ന് റസൂലിന് അറിവ് കിട്ടിയിട്ടുണ്ടാവും. അൻ ഇയാസിബിന് സലമത്ത ഇബിൻ അക്വാഇ അൻ നബീഹി ഖാല അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐനുൻ മിനൽ മുശ്രിക്കീന വഹുവ ഫി സഫരിൻ ഫജലസ ഇൻദ സഹാബിഹി യതഹദ്ദസു ثم انقتل فقال النبي صلى الله عليه وسلم اطلبوه وقتلوه فقتلته فنفله سلبه. അദ്ദിമ്മി ആയ ഒരു മനുഷ്യൻ്റെ സംരക്ഷണത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടതാകുന്നു. അത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങൾ ജിസിയ എന്ന കരം കൊടുത്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ സംരക്ഷണം ഇസ്ലാം ഏറ്റെടുക്കുകയാണ് ജിസിയ കൊടുക്കുന്നതോടുകൂടി. അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ദിമ്മി ആയ മനുഷ്യൻ അല്ലെങ്കിൽ അമുസ്ലിം ആയ മനുഷ്യൻ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അയാളെ സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യേണ്ടതാണ്. പിന്നെ അവരെ തടവുകാരാക്കാനും പാടില്ല. യുഖാത്തല അൻ അഹ്ലി ദിമ്മത്തി വലാ യുസ്തറഖൂൻ. അംർ ഇബ്നു മൈമൂൻ വിശദീകരിക്കുന്നു, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കുത്തിയതിന് ശേഷം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് തീരാറായി, അവസാന സുബഹിക്ക് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കത്തിക്ക് കുത്തി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശേഷം വരാനുള്ള ഖലീഫ അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് നിർബന്ധിക്കുന്നു, അതായത് പുതിയ ഖലീഫയോട് അമുസ്ലിങ്ങൾ ആയവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ അവരെ പറ്റി എന്തെങ്കിലും ചെയ്യണം. കാരണം അവർ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും സംരക്ഷണത്തിൽ ആകുന്നു. അപ്പോൾ അവരും നമ്മളും തമ്മിൽ ഉള്ള സന്ധി അല്ലെങ്കിൽ നിയമങ്ങൾ അല്ലെങ്കിൽ എഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അത് പാലിക്കണം. അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. അതായത് അവരുടെ സമ്പത്തും അവരുടെ ജീവനും സംരക്ഷിക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യണം. അവരെ കൂടുതൽ ജിസിയ ഏർപ്പെടുത്തി അല്ലെങ്കിൽ തലവരി എന്നൊക്കെ പറയുന്ന കരം ഏർപ്പെടുത്തി ബുദ്ധിമുട്ടിക്കരുത്, അവർക്ക് താങ്ങാവുന്നതിനും അപ്പുറത്തേക്ക്. عن عمرو بن ميمون عن عمر رضي الله عنه قال وأوصيه بذمة الله وذمة رسوله صلى الله عليه وسلم أن يوفى لهم بعهدهم وأن يقاتل من ورائهم ولا يكلف إلا طاقتهم. വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന പ്രതിനിധികൾ അല്ലെങ്കിൽ അവിടുത്തെ വലിയ അംബാസഡർമാർ, അതല്ലെങ്കിൽ മന്ത്രിമാർ, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, അങ്ങനെയുള്ള ആളുകൾ അവർക്ക് സമ്മാനം കൊടുക്കുന്നത് ജവായിസിൽ വഫ്ദി. ദിമ്മി അതായത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ അമുസ്ലിമായി ജീവിക്കുന്ന ആൾ, അയാൾ ജിസിയ എന്ന കരം കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള ആളാണ് ദിമ്മി. ദിമ്മിക്ക് വേണ്ടി ശുപാർശ ചെയ്യാമോ, അല്ലെങ്കിൽ ഇടനിലക്കാരനായി നിൽക്കാമോ, അല്ലെങ്കിൽ അവരുമായി എന്തെങ്കിലും കച്ചവടം ചെയ്യാമോ ദിമ്മിയുമായിട്ട്. ഹൽ യുസ്തഷ്ഫഉ ഇലാ അഹ്ലി ദിമ്മത്തി വ മുആമലതിഹിം. സഅദ് ഇബ്നു ജുബൈർ വിശദീകരിക്കുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, വ്യാഴാഴ്ചയിൽ എന്ത് മഹത്തായ കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഇരുന്ന് കരഞ്ഞു. താഴെയുള്ള കല്ലുകൾ നനയുന്നത് വരെ അദ്ദേഹം കരഞ്ഞു. ആയിരുന്ന സ്ഥലത്തേക്ക് കണ്ണീര് വീണ് നനഞ്ഞ് ഒരു പരുവായി, അത് കാണാനും മാത്രമായി, അത്ര നേരം കരഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, വ്യാഴാഴ്ച അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം മൂർച്ഛിച്ചു, ഭയങ്കരമായി കൂടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കൊണ്ടുവരൂ ഒരു പേപ്പർ, അതിൽ ഞാൻ എഴുതി തരാം അല്ലെങ്കിൽ എഴുതിപ്പിക്കാം, അതിനുശേഷം നിങ്ങൾ വഴിതെറ്റി പോവുകയില്ല. ആളുകൾ അവിടെ ഉണ്ടായിരുന്നവർ അതിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ്, പക്ഷേ റസൂലിൻ്റെ മുമ്പിൽ ആരും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കരമായ രോഗത്തിലാവുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ ഒറ്റയ്ക്ക് വിട്ടേക്കൂ, ഞാൻ ഏത് അവസ്ഥയിലാണോ അതേ അവസ്ഥയിൽ. അതാകുന്നു നിങ്ങൾ എന്നെ എന്തിലേക്കാണ് വിളിക്കുന്നത് അതിനേക്കാളും നല്ലത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ
കിടന്നുകൊണ്ട് പറഞ്ഞു 3 ഉത്തരവുകൾ കൊടുത്തു. അൽ മുശ്രിക്കൂൻ, ബഹുദൈവാരാധകര്, വിഗ്രഹാരാധകര്, തീ ആരാധകര്, ഏക ദൈവത്തിൽ അവിശ്വസിക്കുന്നവർ, അദ്ദേഹത്തിൻ്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിശ്വസിക്കുന്നവർ. ഇങ്ങനെയുള്ളവരാണ് അൽ മുശ്രിക്കൂൻ. അവരെ അറേബ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും പുറത്താക്കുക. അന്യദേശക്കാരായ പ്രതിനിധികൾ വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ രാജ്യത്തു നിന്നുള്ള രാജാക്കന്മാരോ മന്ത്രിമാരോ ഒക്കെ വരുമ്പോൾ അവരെ ആദരിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുക. ഞാൻ എങ്ങനെയാണോ അവരുമായി പെരുമാറിയത് അതുപോലെ. അപ്പോൾ റസൂൽ കൊടുക്കാറുണ്ടായിരുന്നു. 3ാമത്തെ ഉത്തരവ് എന്താണെന്ന് ഞാൻ മറന്നുപോയി. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ യാക്കൂബ് ബിൻ മുഹമ്മദ് പറയുന്നു, ഞാൻ അൽ മുഗീറ ബിൻ അബ്ദുറഹ്മാനോട് ഇതിനെപ്പറ്റി ചോദിച്ചു, ഈ അറേബ്യൻ ഭൂഖണ്ഡത്തിനെ പറ്റി എന്താണ് പറഞ്ഞത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് മക്ക, അൽ മദീന, അൽ യമാമ, യമൻ ഇതെല്ലാം കൂടിയ സ്ഥലത്തിനെയാണ് അറേബ്യൻ ഭൂഖണ്ഡം എന്നതുകൊണ്ട് റസൂൽ ഉദ്ദേശിച്ചത്. യാക്കൂബ് കൂട്ടിച്ചേർക്കുന്നു, അൽ ഹർജും തിഹാമയുടെ തുടക്കവും കുറച്ച് ഭാഗവും അതൊക്കെ അതിൽ വരും എന്ന് കൂട്ടിച്ചേർക്കുന്നു. ഏതാണ്ട് മക്ക, മദീന അതിനോട് അടുത്ത് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ കൂടിയതാണ് അറേബ്യൻ ഭൂഖണ്ഡം. അവിടെ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല. റസൂലിൻ്റെ നേരിട്ടുള്ള ഉത്തരവാണ്. ഖുർആനിലൊരു ആയത്തും ഉണ്ട്. അൻ സഈദ് ബിൻ ജുബൈരിൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല യൗമുൽ ഖമീസി വമാ യൗമുൽ ഖമീസ് ثم بكى حتى خضب دمعه الحصباء فقال استد برسول الله صلى الله عليه وسلم وجعوه يوم الخميس فقال ائتوني بكتاب اكتبوا لكم كتابا لن تضلوا بعده أبدا فتنازعوا ولا ينبغي عند نبيين تنازع فقالوا هجر رسول الله صلى الله عليه وسلم قال دعوني فالذي أنا فيه خير مما تدعوني إليه وأوصى عند موته بثلاث أخرج المشركين من جزيرة العرب وأجيز الوفد بنحو ما كنت أجيزهم ونسيت الثالثة وقال يعقوب ابن محمد سألت المغيرة ابن عبد الرحمن عن جزيرة العرب فقال مكة والمدينة واليمامة واليمن قال يعقوب والعرج أول تهامة. ഇതിലൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രോഗം കൂടിയ ദിവസമാണ് വ്യാഴാഴ്ച എന്ന് പറഞ്ഞു. തിങ്കളാഴ്ചയാണ് മരിച്ചത്. അത് ഓർക്കുന്നത്, അതായത് രോഗം കൂടി എന്ന് പറയുന്ന കാര്യം പോലും സഹാബാക്കൾക്ക് സങ്കടമുള്ളതായിരുന്നു. റസൂലിൻ്റെ മരണം എന്ന് പറഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. നമുക്കത് പുല്ലാണ്. നമ്മൾ അന്നേ ദിവസം നബിദിനം ആഘോഷിക്കും, മരിച്ച അതേ ദിവസം. ഒരു വിദേശ സംഘം അല്ലെങ്കിൽ അന്യരാജ്യത്തു നിന്നുള്ള പ്രതിനിധികൾ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. തജമ്മുലി ലിൽ വഫ്ദി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഉമർ ഒരു സിൽക്ക് തുണി ചന്തയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടു. അത് അദ്ദേഹം അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് കൊണ്ടുവന്നു. അല്ലെ അള്ളാഹുവിൻ റസൂലെ, ഈ തുണി മേടിച്ചൂടെ, എന്നിട്ട് താങ്കൾക്കത് ഇട്ടുകൂടെ പെരുന്നാളിലും അതുപോലെ അന്യദേശത്തു നിന്ന് വരുന്ന പ്രതിനിധികളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതായത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഇച്ചിരി നല്ല ഒരു ഉടുപ്പൊക്കെ ഇട്ട് ഇരുന്നുകൂടെ എന്നാണ്. അത് പട്ട് ഉടുപ്പും ആണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഒരു പങ്കുമില്ലാത്ത ആളുകളുടെ വസ്ത്രമാകുന്നു ഇത്. അതായത് ആണുങ്ങൾക്ക് പട്ട് ഹറാമാണെന്ന് നമുക്കറിയാം. അന്ന് അവർക്കറിയില്ലായിരുന്നു. അപ്പോൾ റസൂലിൻ്റെ വിധി വരുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും അങ്ങനെ പോയി പറയുക പോലുമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പറഞ്ഞത്, ഇത് ഇടുന്നത് ആരാണോ അയാൾക്ക് പരലോകത്തിൽ ഒരു പങ്കും ഉണ്ടായിരിക്കുകയില്ല. പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പട്ട് ഉടുപ്പ് ഉമറിന് കൊടുത്തുവിട്ടു, ഒരു ഖമീസ് അല്ലെങ്കിൽ മേലുടുപ്പ്. ഉമർ അത് എടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, പണ്ട് താങ്കൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഇട്ട് കഴിഞ്ഞാൽ പരലോകത്ത് ഒന്നും കിട്ടൂല എന്ന്, അതായത് നരകത്തിൽ പോവും എന്ന്, അതായത് ഇത് ഹറാമാണ് എന്ന്, അതല്ലെങ്കിൽ ഇത് ആരിടുന്നുവോ അവർക്ക് പരലോകം ഒന്നും ഇല്ല എന്ന്, അങ്ങനെ എന്തോ താങ്കൾ പറഞ്ഞില്ലേ, എന്നിട്ടും താങ്കൾ എന്തിനാണ് എനിക്കിത് അയച്ചു തന്നത്? ഇതേ ഹദീസ് പല പ്രാവശ്യം ആവർത്തിച്ചാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിനക്കിത് അയച്ചു തന്നത് നീ അത് വിറ്റ് നിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ നടത്തിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്, അല്ലാതെ ഇടാനല്ല. അപ്പോൾ പട്ട് നമുക്ക് ഹറാമ് തന്നെയാണ് ആണുങ്ങൾക്ക്. അന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല വജദ ഉമറു ഹുല്ലത ഇസ്തബ്റഖിൻ തുബാഉ ഫി സൂഖി ഫഅതാ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലുള്ളാഹ് ഇബ്ത ഹാദിഹിൽ ഹുല്ലത ഫതജമ്മൽ ബിഹാ للعيد والوفد
فقال رسول الله صلى الله عليه وسلم إنما هذه لباس من لا خلق له أو إنما يلبس هذه من لا خلاق له فلبث ما شاء الله ثم أرسل إليه النبي صلى الله عليه وسلم بحبة ديباج فأقبل بها عمر حتى أتى بها رسول الله صلى الله عليه وسلم فقال يا رسول الله قلت إنما هذه لباس من لا خلاق له أو إنا يلبس هذه من لا خلاق له ثم أرسلت إلي بهذه فقال تبيعها أو تصيب بها بعض حاجتك. മുമ്പുള്ള ഹദീസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പട്ടുടുപ്പ് കൂട്ടുകാർക്ക്, അതായത് മുസ്ലിങ്ങൾക്കൊക്കെ കൊടുക്കാം സമ്മാനമായിട്ട്. അതിടാൻ പറ്റുന്നവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കത് കച്ചവടം ചെയ്യാം, കൊടുത്ത് പൈസ മേടിക്കാം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.